നമ്മൾ വാർത്തകളിൽ കാണാറില്ലേ, ഇത്ര പേർ മരിച്ചു, ഇത്ര ടാങ്കുകൾ തകർന്നു, ഇത്ര മിസൈലുകൾ അയച്ചു. നമുക്കത് വെറും അക്കങ്ങളാണ്. എന്നാൽ യുദ്ധം എന്നത് അക്കങ്ങളല്ല, അത് ചോരയും കണ്ണീരും നിറഞ്ഞ യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇന്ന് രാവിലെ സമാധാനത്തോടെ എഴുന്നേൽക്കുന്നു, പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കുന്നു, സമാധാനമായി ഉറങ്ങാൻ പോകുന്നു. ഇതൊക്കെ എത്ര വലിയ ഭാഗ്യമാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ ഇതേ സമയം സൈറൻ മുഴങ്ങുമ്പോൾ പേടിയോടെ ബങ്കറുകളിലേക്ക് ഓടുന്ന മനുഷ്യരുണ്ട്. യുദ്ധം എന്നത് വെറും വാർത്തകളിലെ തലക്കെട്ടുകളല്ല, അത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ ജീവിതം ഒരു നിമിഷം കൊണ്ട് തകിടം മറിയുന്ന ഒരവസ്ഥയാണ്. യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ആദ്യം പോകുന്നത് നമ്മുടെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഇന്ത്യൻ ആർമിയിലേക്കാണ്. -ഡിഗ്രി തണുപ്പിലും ചുട്ടുപൊള്ളുന്ന വെയിലിലും സ്വന്തം കുടുംബത്തെ പിരിഞ്ഞ് അവർ അവിടെ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ സുരക്ഷിതമായിരിക്കുന്നത്. യുദ്ധം എന്നത് അവർക്ക് വെറും വാക്കല്ല, അതൊരു ജീവിതമാണ്. കീർത്തിചക്ര എന്ന സിനിമയിൽ മേജർ മഹാദേവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പട്ടാളക്കാരൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് യുദ്ധമല്ല, മറിച്ച് സമാധാനമാണെന്ന്. കാരണം യുദ്ധത്തിന്റെ ഭീകരതയും അതിന്റെ നഷ്ടങ്ങളും ഏറ്റവും കൂടുതൽ നേരിട്ടറിയാവുന്നത് നമ്മുടെ ജവാന്മാർക്കാണ്. ഓരോ ഭാരതീയനും അഭിമാനത്തോടെ നെഞ്ചോട് ചേർക്കുന്ന ആ പേര് ഇന്ത്യൻ ആർമി. നമ്മുടെ സമാധാനത്തിന്റെ യഥാർത്ഥ കാവൽക്കാരാണവർ. യുദ്ധം വരുമ്പോൾ ആദ്യമില്ലാതാകുന്നത് സാധാരണക്കാരന്റെ സ്വപ്നങ്ങളാണ്. വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഉപേക്ഷിച്ച് ഒരു ബാഗും തൂക്കി അന്യനാട്ടിലേക്ക് അഭയാർത്ഥിയായി പോകേണ്ടി വരുന്നത് എത്ര സങ്കടകരമാണ്. കടകൾ അടയുന്നു, കുട്ടികളുടെ വിദ്യാഭ്യാസം നിലയ്ക്കുന്നു, ആശുപത്രികളിൽ മരുന്നില്ലാതാകുന്നു. കാഴ്ച സിനിമയിലെ ആ ചെറിയ കുട്ടിയെ ഒന്ന് ഓർത്തു നോക്കൂ. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ മുന്നിൽ ലോകത്തെ എല്ലാ തർക്കങ്ങളും അർത്ഥശൂന്യമാണ്. യുദ്ധം കഴിഞ്ഞാൽ സമാധാന കരാറുകളിൽ ഒപ്പിടാൻ ആളുകൾ വരും. പക്ഷേ അപ്പോഴേക്കും ഒരുപാട് ചിരികൾ മാഞ്ഞുപോയിട്ടുണ്ടാകും. യുദ്ധം കഴിഞ്ഞ് സമാധാനം തിരിച്ചു വരുമ്പോൾ ഒരുപാട് പേരുടെ പ്രിയപ്പെട്ടവർ അവർക്കൊപ്പം ഉണ്ടാവില്ല എന്ന സത്യം നമ്മൾ മറക്കരുത്. സമാധാനത്തിന്റെ വില നമ്മൾ തിരിച്ചറിയണം. വെറുപ്പിനേക്കാൾ വലിയ ശക്തി സ്നേഹത്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സമാധാനപരമായ ഒരു ലോകത്തിനു വേണ്ടിയും നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം.